everyone, welcome to Disha Academy. So, Group D exams വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ബയോളജിയിലെ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയാം. പെന്നും പേപ്പറും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ജസ്റ്റ് കണ്ടുവിട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എക്സാമിന് ആൻസറുകൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ പെന്നും പേപ്പറും എടുത്തിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പറയുന്ന കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും, കൂടെ പറയുക, പഠിക്കുക. ഓക്കെ, ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ബാക്കി സമയം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ രക്തം. ഹ്യൂമൻ ബ്ലഡിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെമറ്റോളജി എന്നാണ്. ഹെമറ്റോളജി, ബ്ലഡിനെ പറ്റിയുള്ള സ്റ്റഡി ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഹെമറ്റോളജി എന്നാണ്. ബ്ലഡ് നമുക്കറിയാം റെഡ് കളറിലുള്ളൊരു ലിക്വിഡ് ആണെങ്കിൽ പോലും അതിനെ നമ്മളൊരു ടിഷ്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് സെല്ലുകളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ടിഷ്യൂ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് എന്ത് ടൈപ്പ് ടിഷ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിളാണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ എക്സാമ്പിളാണ് ആരെന്ന് പറയുന്നത്? ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബ്ലഡിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹെമറ്റോളജി. ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ് ചോദിക്കാറുണ്ട്. ബോൺ, കാർട്ടിലേജ് എപ്പോഴും ചോദിക്കുന്നതാണ്. ബോണും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മറ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ബ്ലഡ്, ബോണ്, കാർട്ടിലേജ് ഇതെല്ലാം തന്നെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുക. നമ്മൾ എന്ത് പറഞ്ഞു? ബ്ലഡിനെ പറ്റി പഠിക്കുന്നത് ഹെമറ്റോളജി ആണ്. ബ്ലഡ് ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ബോണും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ മറ്റ് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബ്ലഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ, സോ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിന് ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലാസ്മ. ബ്ലഡിന് ഒരു ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് മാട്രിക്സിൻ്റെ പേരാണ് പ്ലാസ്മ. അതല്ലാതെ ഇതിനകത്തുള്ളത് ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന കോമ്പണൻസ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന് രണ്ട് പാർട്ടുകളുണ്ട് അല്ലേ? ബ്ലഡ് ലിക്വിഡാണ്. അപ്പോൾ ബ്ലഡിന് രണ്ട് പാർട്ടുകളുണ്ട്. ആദ്യത്തെ പാർട്ടാണ് പ്ലാസ്മ. അതിനകത്തുള്ള ലിക്വിഡ് പാർട്ടിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? പ്ലാസ്മ. രണ്ടാമത്തെ പാർട്ടാണ് ഫോംഡ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു സ്ട്രോ കളറുള്ള ലിക്വിഡാണ്. സ്ട്രോ കളർ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ പോലെ, നമ്മുടെ വൈക്കോലിൻ്റെ കളർ എന്നാണ് അർത്ഥം. അപ്പോൾ സ്ട്രോ കളർ വരുന്ന ഒരു ലിക്വിഡാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആ പ്ലാസ്മയ്ക്കകത്ത് RBC, WBC പ്ലേറ്റ്ലെറ്റുകൾ, പ്ലേറ്റ്ലെറ്റുകൾ, ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടാവും. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഫോംഡ് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ പ്ലാസ്മ ബ്ലഡിൻ്റെ 55% ഉണ്ടാവും. ബ്ലഡ് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് പാർട്ട് ഒബിയസ്ലി കുറച്ച് കൂടുതൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്ന സ്ട്രോ കളേർഡ് ലിക്വിഡ് മൊത്തം ബ്ലഡിൻ്റെ 55% ഉണ്ട്. അപ്പോൾ ബാക്കി വരുന്ന 45% ആര് വരുന്നത്? ഫോംഡ് എലമെൻറ്റ്സ് ആയിട്ടുള്ള RBCയും WBCയും പ്ലേറ്റ്ലെറ്റ്സും കൂടെ ചേർന്ന് വരുന്നത്. അപ്പോൾ ബ്ലഡിന് രണ്ട് പാർട്സ് ഉണ്ട്, പ്ലാസ്മയും ഫോംഡ് എലമെൻറ്റ്സും. ബ്ലഡിൻ്റെ 55% പ്ലാസ്മയാണ്. ബാക്കി 45% വരുന്നത് RBC, WBC പ്ലേറ്റ്ലെറ്റ്സ്. ഇവർ മൂന്ന് പേരും ചേർന്ന് വരുന്ന ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് പ്ലാസ്മയുടെ കോമ്പോസിഷൻ, അതുപോലെ തന്നെ ഫോംഡ് എലമെൻറ്റ്സിൻ്റെ കോമ്പോസിഷൻ, അവരുടെ ക്യാരക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആദ്യം പ്ലാസ്മയെ പറ്റി നമുക്ക് പഠിക്കാം. പ്ലാസ്മ നമ്മൾ പറഞ്ഞു ബ്ലഡിൻ്റെ 55% എന്താണ്? പ്ലാസ്മയാണ്. 55% ഓഫ് ബ്ലഡും എന്താണ്? പ്ലാസ്മയാണ്. ഈ പ്ലാസ്മയുടെ മേജർ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടറാണ്. പ്ലാസ്മയുടെ മേജർ കണ്ടന്റ്, അതായത് ഒരു 90 മുതൽ 92% വരെ, 90 മുതൽ
92% വരെയും പ്ലാസ്മയിൽ ആരാണുള്ളത്? വാട്ടർ തന്നെയാണുള്ളത്. ബാക്കി പെർസെൻറ്റേജിനകത്ത് ഒരു 6 to 8% ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനുകളുണ്ട്. അപ്പോൾ പ്ലാസ്മ ബ്ലഡിൻ്റെ 55%. ബ്ലഡിൻ്റെ 55% പ്ലാസ്മ. പ്ലാസ്മയുടെ 90% മുതൽ 92% വരെയും ആരാണ് വരുന്നത്? വാട്ടറാണ് വരുന്നത്. ബാക്കിയുള്ള 6 to 8% ആര് വരും? പ്രോട്ടീനുകൾ വരും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ബാക്കി 6 to 8% പ്രോട്ടീനുകൾ വരും. ഈ പ്രോട്ടീനിൽ ആരൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നൊക്കെ പറയുന്ന പ്രോട്ടീനുകളാണ് വരുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് കൂടാതെ ഇപ്പം നോക്കിയേ, ഇവിടെ ഒരു ചെറിയൊരു 1 to 2% ഒരു ഡിഫറൻസ് വരുന്നില്ലേ? ആ 1 to 2% ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോർമോണുകൾ ഉണ്ടാവാം, ലിപ്പിഡ്സ് ഉണ്ടാവാം, നമ്മൾ എന്തെങ്കിലും മെഡിസിൻസോ ഡ്രഗ്സോ ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കലർന്നിട്ടുണ്ടാവാം. ഇങ്ങനത്തെ പല കാര്യങ്ങൾ, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവാം, പല അയോണുകൾ, നമ്മുടെ ബ്ലഡിലുള്ള പല അയോണുകൾ ഉണ്ടാവാം. ഇതെല്ലാം തന്നെ ബാക്കിയുള്ള 1 to 2% വരും. പിന്നെയുള്ളത് ഫോംഡ് എലമെൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു ബ്ലഡിൻ്റെ 45% ഫോംഡ് എലമെൻറ്റ്സ് ആണ്. അതിനകത്ത് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. RBC എന്ന് പറയുമ്പോൾ റെഡ് ബ്ലഡ് സെല്ലുകളാണ്. WBC എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ്. അതുകൂടാതെ പ്ലേറ്റ്ലെറ്റുകളുമുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ക്രോഡീകരിച്ച് കൃത്യമായിട്ട് പറയാം. അതായത് ബ്ലഡിന് 2 പാർട്ടുകളുണ്ട്, പ്ലാസ്മയും ഫോംഡ് എലമെൻസും. പ്ലാസ്മയുടെ കോമ്പോസിഷൻ പറയുമ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ 55%. ഈ പ്ലാസ്മയുടെ 55%-ൽ 90 മുതൽ 92% വരെ വാട്ടറാണ്. ബാക്കിയുള്ള 6 to 8% പ്രോട്ടീനുകളാണ്. ആൻഡ് ബാക്കിയുള്ള ഒരു 0 to 2% അല്ലെങ്കിൽ 1 to 2% എന്ന് പറയുന്നതിനകത്ത് ഇലക്ട്രോലൈറ്റുകൾ വരും, ഫാറ്റ് മോളിക്യൂൾസ് വരും, അയോൺസ് വരും, ഹോർമോൺസ് വരും. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് നമ്മുടെ ബ്ലഡിൽ ബാക്കി എന്തൊക്കെ സാധനങ്ങൾ പോകുന്നു അതെല്ലാം വരും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്ലാസ്മ സ്ട്രോ കളേർഡ് ലിക്വിഡാണ്, വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. അതിന് കുറച്ച് കട്ടി കൂടിയ, നമ്മുടെ തേനൊക്കെ കണ്ടിട്ടില്ല, അതിന് കുറച്ച് കട്ടിയുണ്ട്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ പച്ചവെള്ളം സിമ്പിളായിട്ട് ഒഴുകിപ്പോകും, അതിന് വിസ്കോസിറ്റി ഇല്ല. തേന് കുറച്ച് കട്ടി കൂടുതലാണ്, ഒഴുകാൻ പാടാം, അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. വെളിച്ചെണ്ണ ഈസി ആയിട്ട് വീഴും, അതിന് വിസ്കോസിറ്റി കുറവാണ്. ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, അതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്ക് തോന്നും, അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. അത്രമാത്രം നിങ്ങൾ ഒരു ബയോളജി ക്ലാസ്സിലെ വിസ്കോസിറ്റിയെ പറ്റി അറിഞ്ഞാൽ മതി. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ, അതായത് കുറച്ച് കട്ടി കൂടിയ ഒരു ദ്രാവകമാണ് ആരെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബ്ലഡിൻ്റെ 55% ഉണ്ട്. അതിനകത്ത് 90 to 92% വാട്ടർ വരും, 6 to 8% പ്രോട്ടീൻ വരും. ഇനി ഏതൊക്കെ പ്രോട്ടീനാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് 3 പ്രോട്ടീനുകൾ വരും. അതിനകത്ത് ഒന്നാമത്തേതാണ് ഫൈബ്രിനോജൻ. എന്താണ്? ഫൈബ്രിനോജൻ. പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ. പിന്നെയുള്ളത് ഗ്ലോബുലിൻസ്. പിന്നെയുള്ള മൂന്നാമത്തെ ആളാണ് ആൽബുമിൻ. ആരൊക്കെയാണ്? ഫൈബ്രിനോജൻ. പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ഈ 6 to 8% വരുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഈ പെർസെൻറ്റേജും പേരുകളും എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങളോട് ഇങ്ങനത്തെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇതെനിക്ക് ചോദിക്കാൻ സാധ്യതയില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഇത്രയും ചെറിയ കാര്യങ്ങളാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇത് പഠിക്കാതെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല, വളരെ ബേസിക് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉത്തരം എഴുതും. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതിയില്ലെങ്കിൽ റാങ്കിൽ ബാക്കിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഫൈബ്രിനോജൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ആൽബുമിൻ ഉണ്ട്. ഈ 3 സാധനങ്ങളാണ് പ്ലാസ്മയിലുള്ള മേജർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് വേണം? ഈ പ്രോട്ടീനുകളുടെ ഫങ്ഷൻ അറിയണം. അപ്പോൾ ഫൈബ്രിനോജൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന്, രക്തം കട്ട പിടിക്കാൻ. നമുക്കൊരു മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ രക്തം എന്ത് ചെയ്യണം? കട്ട പിടിക്കണം അല്ലേ? അപ്പോൾ രക്തം കട്ട പിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഏത് പ്രോട്ടീനുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈബ്രിനോജനുകളാണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കും.
ബ്ലഡ് ക്ലോട്ടിങ്ങിന് അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ. കട്ട പിടിക്കുക അല്ലെങ്കിൽ ക്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് ബയോളജിയിൽ മറ്റൊരു ടേം ഉണ്ട്, അതാണ് കൊയാഗുലേഷൻ. എന്താണ്? കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രക്തം കട്ട പിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കൊയാഗുലേഷന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൂടാതെ രണ്ടാമത്തെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പുറത്തു നിന്നുള്ള പല സാധനങ്ങളുടെ അറ്റാക്കുകൾ ഉണ്ടാവും. വൈറസുകൾ, ബാക്ടീരിയകൾ, ഫംഗസുകൾ, ഇതെല്ലാം നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യും. അപ്പോഴൊക്കെ നമ്മളെ അസുഖം വരാതെ സൂക്ഷിക്കുന്നത് ആരാണ്? ഈ ഗ്ലോബുലിനുകളാണ്. ഗ്ലോബുലിനുകളാണ് നമ്മൾ അസുഖം വരാതെ നമ്മളെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഗാമ ഗ്ലോബുലിനുകളാണ്. ഈ ഗാമയ്ക്കകത്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആൾക്കാർ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും പഠിക്കുക. ബ്ലഡിനകത്ത് പ്ലാസ്മ, പ്ലാസ്മയിൽ പ്രോട്ടീൻ. പ്രോട്ടീൻ ഏതൊക്കെയാണ്? പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. അതിനകത്ത് ഗ്ലോബുലിനകത്ത് തന്നെ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന 3 ടൈപ്പ് ഗ്ലോബുലിനുകളുണ്ട്. അതിനകത്ത് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി എന്ന് പറയാം. ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ഗ്ലോബുലിൻ ഉണ്ടാക്കുന്നത് ആരാണ്? ഗാമയാണ്. ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ. നിങ്ങൾ കേട്ട് കാണും IgA, IgE, IgG, IgM, IgD. ഏതൊക്കെയാണ്? IgA, IgD, IgE, IgG, IgM. ഇങ്ങനെ തുടങ്ങി 5 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിനുകളുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് അറിയേണ്ട കാര്യമില്ല. എന്നാലും ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ഗ്ലോബുലിൻ്റെ ഭാഗമാണ് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഈ IG എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് കാണിക്കാനാണ് IG എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? IgA, IgG, IgM, IgG, IgD. ഇതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് IgG ആണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IgG ആണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ, ഇത് മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IgG ആണ്. രണ്ടാമത് ഇവിടെ നിന്ന് ചോദിക്കും, അമ്മയുടെ മുലപ്പാലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അമ്മയുടെ മുലപ്പാലിൽ, മനുഷ്യന്മാരുടെ മുലപ്പാലിൽ ഏറ്റവും കൂടുതലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് IgA ആണ്. അതേതാണ്? IgA ആണ്. അപ്പോൾ ബ്ലഡിന് 55% പ്ലാസ്മ, പ്ലാസ്മയുടെ 90 മുതൽ 92% വരെ വെള്ളമാണ്. ബാക്കി 6 to 8% പ്രോട്ടീനാണ്. 3 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഫൈബ്രിനോജൻ എന്തിനു വേണ്ടി സഹായിക്കുന്നു? ഫൈബ്രിനോജൻ നമ്മളെ സഹായിക്കുന്നത് ബ്ലഡ് കട്ട പിടിക്കാനാണ്. കട്ട പിടിക്കുക, ക്ലോട്ട് ചെയ്യുക, മറ്റൊരു പേര് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. ഗ്ലോബുലിൻ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡികൾ ഉണ്ടാകുന്നു. ഈ ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിനുകൾ പല ടൈപ്പ് ഉണ്ട്. അത് 5 ടൈപ്പ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു. അതിൽ നമ്മൾ പഠിക്കേണ്ടത് 2 എണ്ണമാണ്. ഒന്ന്, ഏറ്റവും കൂടുതലുള്ളത് IgG. 2, അമ്മയുടെ മുലപ്പാലിൽ നിന്ന് വരുന്നത് IgA. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് ആൽബുമിൻ. ആൽബുമിനുകൾ എന്തിനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഓസ്മോട്ടിക് ബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓസ്മോട്ടിക് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളവും അയോണുകളും ഒക്കെ ഒരു കൃത്യമായ അളവിലുണ്ടെങ്കിലേ നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. ആ ഓസ്മോട്ടിക് ബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ആൽബുമിനുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം,
സീറം എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, പ്ലാസ്മയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു ബ്ലഡിൻ്റെ പ്ലാസ്മയ്ക്കകത്ത് പ്രോട്ടീൻസും വാട്ടറും അല്ലാതെ മറ്റ് ചില ഇലക്ട്രോലൈറ്റുകളും സാധനങ്ങളും ഹോർമോണുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സും പ്ലാസ്മയിലുണ്ട്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എവിടെയുണ്ട്? പ്ലാസ്മയിലുണ്ട്. അപ്പോൾ പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെറം എന്ന് വിളിക്കുക. അതായത് പ്ലാസ്മയിൽ നിന്നും നമ്മൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. പ്ലാസ്മയിൽ നിന്നും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നു. പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. പ്ലാസ്മയിൽ നിന്നും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെറം കിട്ടും. പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സെറം എന്ന് പറയുന്നത്. ബ്ലഡിൽ നോർമലി ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോമിലാണ് ഉണ്ടാവുക. കാരണം ഒരു ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് കട്ട പിടിച്ച് നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നോർമലി തന്നെ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക. എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്. അതുകൊണ്ടാണ് മുറിവിന് ചുറ്റും എന്ത് ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ഫോംഡ് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു 3 എണ്ണം ഉണ്ട്. RBC, WBC, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് RBC ആണ്. ഫോംഡ് എലമെൻറ്റ്സിനെ നമ്മൾ ഫോംഡ് എലമെൻറ്റ്സ് വിളിക്കാനുള്ള കാരണം തന്നെ ഇവരെ നമ്മളെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്നതാണ്. നമ്മുടെ ബോഡിയിൽ തന്നെയാണ് ഫോംഡ് എലമെൻറ്റ്സ് ഉണ്ടാവുന്നത്. അതിൽ ആദ്യം പഠിക്കുന്നത് RBC, റെഡ് ബ്ലഡ് സെല്ലുകൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കും എറിത്രോസൈറ്റുകൾ. മറ്റൊരു പേര് RBCയുടെ മറ്റൊരു പേരാണ് എന്ത്? എറിത്രോസൈറ്റ്സ്. എന്താണ്? എറിത്രോസൈറ്റ്സ്. RBC മറ്റൊരു പേര് എറിത്രോസൈറ്റ്സ്. ഓർത്ത് വെക്കുക, സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ബൈകോൺകേവ് ഷേപ്പാണ്. ബൈകോൺകേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോനറ്റ് അല്ലെങ്കിൽ ഉഴുന്നുവടയൊക്കെ പോലത്തെ ഒരു ഷേപ്പാണ്. പരന്നിരിക്കും. ഇവിടെ ഹോൾ ഉണ്ടാവില്ല, പകരം ഇവിടെ കട്ടി കുറവായിരിക്കും. സെൻറ്റർ പോർഷനിൽ കട്ടി കുറവും ഇങ്ങനെയാണ് വരയ്ക്കുക. സെൻറ്റർ പോർഷനിൽ കട്ടി കുറവും ബാക്കി ഭാഗങ്ങളിൽ കട്ടി കൂടുതലുമുള്ള ഒരു സ്ട്രക്ചറാണ് ആർക്കുള്ളത്? നമ്മുടെ RBCക്കുള്ളത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബൈകോൺകേവ് സെല്ലുകൾ എന്ന് വിളിക്കും. ന്യൂക്ലിയസ് ഉണ്ടാവില്ല. മെച്യൂർഡ് ആയിട്ടുള്ള RBCക്ക് എന്തുണ്ടാവില്ല? ന്യൂക്ലിയസ് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടാണ്. ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടാണ് നമ്മുടെ RBCയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ മാക്സിമം ഏരിയ വേണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവില്ല? ന്യൂക്ലിയസ് ഉണ്ടാവില്ല. RBCക്ക് ബൈകോൺകേവ് ഷേപ്പാണ്. ഇവരുടെ മെയിൻ ഫങ്ഷൻ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ഏതൊക്കെ ജീവികളുടെ RBCയിലാണ് ന്യൂക്ലിയസ് ഉള്ളത്? ഏതൊക്കെ ജീവികളുടെ RBCയിലാണ് ന്യൂക്ലിയസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ക്യാമലാണ്. ക്യാമൽ, ഒട്ടകത്തിൻ്റെ RBCയിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ക്യാമൽ പോലെ തന്നെയുള്ള ഒരു സിമിലർ ആയിട്ടുള്ളൊരു ജീവിയാണ് ലാമ എന്ന് പറയുന്നത്. ക്യാമൽ പോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ജീവിയാണ് ലാമ. ഓക്കെ, അപ്പോൾ ഈ ലാമയുടെ കേട്ടോ, LAMA ലാമ, അതുപോലെ തന്നെ ക്യാമലിനും ലാമയ്ക്കും ന്യൂക്ലിയസിൽ എന്തുണ്ട്? RBCയിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ക്യാമലിനും ലാമയ്ക്കും RBCയിൽ ന്യൂക്ലിയസ് ഉണ്ട്. ബാക്കി ജീവികൾക്കൊന്നും തന്നെ RBCയിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഇനി RBCയുടെ അപ്രോക്സിമേറ്റ് ആയുസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 120 ദിവസമാണ്. RBCയുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് എത്ര കാലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 120 ദിവസമാണ്. ഓക്കെ, സോ ഇനി RBC എവിടെ ഫോം ചെയ്യുന്നു? RBC എവിടെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരിൽ റെഡ് ബോൺ മാരോയിൽ, അതായത് മജ്ജകളിലാണ്. മനുഷ്യന്മാരുടെ മജ്ജ എന്ന് പറയുമ്പോൾ എല്ലിനകത്തുള്ള മജ്ജ അല്ലെങ്കിൽ റെഡ് ബോൺ മാരോയിലാണ് എന്തുണ്ടാവുന്നത്? RBC ഉണ്ടാവുന്നത്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീനിലുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? അയൺ ആണല്ലേ. ഈ പ്രോട്ടീനിലുള്ള മെറ്റൽ ഏതാണ്? അയൺ ആണ്. RBC
RBC ഉണ്ടാവുന്നത് റെഡ് ബോൺ മാരോയിലാണ്. 120 ദിവസമാണ് RBCയുടെ ആയുസ് എന്ന് പറയുന്നത്. RBCക്ക് ബൈകോൺകേവ് ഷേപ്പാണ്. RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഉള്ള RBC ഉള്ള ജീവികൾ ആരൊക്കെയാണ്? ക്യാമലും ലാമയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു RBC റെഡ് കളർ കൊടുക്കുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീനിന്റെ പേര് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനകത്തുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ. ഓക്കെ, ഇനി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ, അതായത് ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര ഹീമോഗ്ലോബിൻ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 to 16 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ കാണും. ഓരോ 100 ml ബ്ലഡിലും 12 to 16 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ ആയിരിക്കും ഒരു മനുഷ്യന്, ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് ഉണ്ടാവുക. RBCയുടെ മെയിൻ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസുകൾ, അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് RBC ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി RBC എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് 120 ദിവസം കഴിയുമ്പോൾ ഇല്ലാതാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗമുണ്ട്, അതാണ് സ്പ്ലീൻ. നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമുണ്ട് സ്പ്ലീൻ. സ്പ്ലീൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചിട്ട് അവിടുന്ന് RBC നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പ്ലീനിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗ്രേവ് യാർഡ് ഓഫ് RBC. ഗ്രേവ് യാർഡ് ഓഫ് RBC എന്നറിയപ്പെടുന്നത് ആരാണ്? സ്പ്ലീൻ ആണ്. RBC ക്ലിയർ ആയല്ലോ. നമ്മൾ പറഞ്ഞു ഉണ്ടാവുന്നത് ബോൺ മാരോയിൽ, ഇല്ലാതാവുന്നത് നശിപ്പിക്കപ്പെടുന്നത് ഡിസ്ട്രോയ് ചെയ്യുന്നത് സ്പ്ലീനിൽ. ഷേപ്പ് ബൈകോൺകേവ് ഷേപ്പ്, ന്യൂക്ലിയസ് ഉണ്ടാവില്ല. റെസ്പിറേറ്ററി ഗ്യാസസിൻ്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് RBC ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഇല്ലെങ്കിലും ക്യാമല്, ലാമ തുടങ്ങിയ 2 ജീവികളിൽ RBCയിൽ ന്യൂക്ലിയസിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഇനി RBCക്ക് റെഡ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിനകത്തുള്ള മെറ്റൽ അയൺ ആണ്. 12 to 16 ഗ്രാം ഓഫ് ഹീമോഗ്ലോബിൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഓരോ 100 ml ബ്ലഡിലും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള WBC ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ്. എന്താണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ? ആദ്യം ഓർക്കുക, അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഈ WBC ആണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ആരാണ്? WBC ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം യുദ്ധങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ആയുസ് കുറവായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ WBCയും RBC പോലെ ഒരുപാട് കാലം ജീവിക്കുന്നവരല്ല. WBC വളരെ കുറച്ച് കാലം, 3-4 ദിവസം മാത്രമാണ് ജീവിക്കുന്നത്. സോ ദേ ആർ ഷോർട്ട് ലിവ്ഡ്. അവർ വളരെ കുറച്ച് കാലം ജീവിക്കുന്നു, ഷോർട്ട് ലിവ്ഡ് ആണ്. ഇനി WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലുകൾക്ക് മറ്റൊരു പേരുണ്ട്, അതാണ് എന്ത്? ല്യൂക്കോസൈറ്റ്. WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെ മറ്റൊരു പേരാണ് ല്യൂക്കോസൈറ്റുകൾ. എന്താണ്? ല്യൂക്കോസൈറ്റുകൾ. ഇനി WBCയെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, WBCയെ നമ്മൾ 2ആയിട്ട് പിരിച്ചിട്ടുണ്ട്, ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റ്സും. WBCയെ നമ്മൾ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ഗ്രാനുലോസൈറ്റ്സും അതുപോലെ തന്നെ അഗ്രാനുലോസൈറ്റ്സും. ഒന്ന് ആലോചിച്ച് നോക്കൂ, സെല്ലുകൾ, ന്യൂക്ലിയസ് ഉണ്ട്. ഗ്രാനുലോസൈറ്റ്സിൽ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ ഗ്രാനുൾസ് ഉണ്ടാവും. ഓക്കെ, ഗ്രാനുലോസൈറ്റ്സിൽ എന്തുണ്ടാവും? അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ മൊത്തം ചെറിയ ചെറിയ ഗ്രാനുൾസ് ഉണ്ടാവും. ഗ്രാനുൾസ് കൊണ്ട് ഇതിൻ്റെ സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഗ്രാനുലോസൈറ്റ്സിൽ ഗ്രാനുൾസ് കൊണ്ട് ഇവരുടെ സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്സിൽ വരിക? ന്യൂട്രോഫിൽ. നോക്കൂ, സൈറ്റോപ്ലാസം ഫില്ല് ചെയ്തിരിക്കുന്നു. ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, അതുപോലെ തന്നെ ആര് വരും? ബേസോഫിൽസ്. ആരൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്സിന് കീഴേ വരിക? ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്. 3 പേര്, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, അതുപോലെ തന്നെ ബേസോഫിൽസ്. എവിടെ വരും? ഗ്രാനുലോസൈറ്റ്സിന് കീഴിൽ വരും. രണ്ടാമത്തേതാണ് എഗ്രാനുലോസൈറ്റ്സ്. അവർക്ക് ഗ്രാനുൾസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ക്ലിയർ ആയ സൈറ്റോപ്ലാസമാണ്. ബാക്കി 2 ആൾക്കാർ ആരൊക്കെയാണ്? ലിംഫോസൈറ്റും മോണോസൈറ്റും. അപ്പോൾ WBCയെ തന്നെ നമ്മൾ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും. സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുളുകൾ കൊണ്ട് ഫില്ല് ചെയ്തത് ന്യൂട്രോഫില്ല്, ഈസ്നോഫില്ല്, ബാസോഫില്ല്. അഗ്രാനുലോസൈറ്റ്സ് സൈറ്റോപ്ലാസം ക്ലിയർ ആണ്. എക്സാമ്പിൾ വരുന്നത് ആരാണ്? ലിംഫോസൈറ്റും മോണോസൈറ്റും. ഇതെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇവരൊക്കെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ളത്
ന്യൂട്രോഫില്ലുകളാണ്. മോസ്റ്റ് അബണ്ടന്റ് WBC ആരാണ്? ന്യൂട്രോഫില്ലാണ്. 60-65% എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ ന്യൂട്രോഫില്ലാണ് മോസ്റ്റ് അബണ്ടന്റ്. 60-65% വരും. അതൊരു ഗ്രാനുലോസൈറ്റ് ആണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ഗ്രാനുലോസൈറ്റ് ആണ്. ആരാണ്? ബാസോഫില്ലുകൾ. ബാസോഫില്ലുകളാണ് ലീസ്റ്റ് ആയിട്ട് വരുന്നത്. അത് 0.5 to 1%. അപ്പം ഹയസ്റ്റ് ഉള്ളത് ന്യൂട്രോഫിൽസ് 60-65%, ലീസ്റ്റ് ഉള്ളത് ബാസോഫിൽസ് 0.5 to 1%. പിന്നെ ഉള്ളത് ഇസ്നോഫില്ലുകളാണ്. ഇസ്നോഫില് 2 to 3% വരും. പിന്നെ മോണോസൈറ്റ് 6 to 8% വരും. ലിംഫോസൈറ്റുകൾ 20 to 25% വരും. അപ്പം നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിൽ മോസ്റ്റ് അബണ്ടന്റ് 60-65%, മോണോസൈറ്റ് 6 to 8%, ഏറ്റവും കുറവുള്ളത് ബാസോഫില്ലുകൾ 0.5 to 1%, പിന്നെ ഇസ്നോഫിൽ 2 to 3% വരും. ലിംഫോസൈറ്റുകൾ 20 to 25, 20 മുതൽ 25% വരെ വരും. ഓക്കെ, ഇനി ഓരോരുത്തരുടെയും ഫങ്ഷൻ നമ്മൾ പറയണം. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റിക് ആയിട്ടുള്ള സെല്ലുകളാണ്. അവർക്ക് പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും അവരെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഗോസൈറ്റിക് സെല്ലുകളാണ്. അതായത് പുറത്തുനിന്ന് ഇപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോഫിലുണ്ട്, ഇവിടെ ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് തിന്ന് നശിപ്പിക്കാൻ വേണ്ടി പറ്റും, തിന്ന് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റിക് സെല്ലുകളാണ്. ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റിക് സെല്ലുകളാണ്. ഓർക്കുക. അടുത്ത് ബേസോഫിലാണെങ്കിൽ ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ, ഹെപ്പാനിൻ തുടങ്ങിയ പ്രോട്ടീനുകളെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബേസോഫിൽ എന്തൊക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ, ഹെപ്പാനിൻ. ഇവരെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ, ഹെപ്പാരിൻ. ഓക്കെ, ഇനി ഇൻഫെക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്നോഫില്ലുകളാണ്. ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഇസ്നോഫില്ലുകളാണ്. ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു ന്യൂട്രോഫിൽസും മോണോസൈറ്റും ഫാഗോസൈറ്റിക് നേച്ചർ ആണ്. ബേസോഫിലാണ് ഹിസ്റ്റമിൻ, സെറാട്ടോണിൻ, അതുപോലെ തന്നെ ഹെപ്പാരിൻ ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസുമായിട്ട് ഇൻവോൾവ് ആയതാണ്. അതുപോലെ തന്നെ ഇസ്നോഫില്ലുകൾ എന്ത് ചെയ്യുന്നു? ഇൻഫെക്ഷൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നു, ഇൻഫെക്ഷൻസിനെ തടയുന്നു. ഓക്കെ, ഇനി ലിംഫോസൈറ്റ് തന്നെ 2 തരമുണ്ട്. ലിംഫോസൈറ്റ് 2 തരം. ഓക്കെ, ലിംഫോസൈറ്റ് നോക്കൂ. ലിംഫോസൈറ്റ് എത്ര ടൈപ്പ് ഉണ്ട്? ലിംഫോസൈറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റുമുണ്ട്, ടി ലിംഫോസൈറ്റുമുണ്ട്. ലിംഫോസൈറ്റ് എത്ര തരമുണ്ട്? 2 തരം. ബി ലിംഫോസൈറ്റുമുണ്ട്, അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരും നമ്മുടെ ബോഡിയിൽ വീണ്ടും ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണമായിട്ടുള്ള ആൾക്കാരാണ്. ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഫോറിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ജീവികളെന്ന് പറയാൻ പറ്റില്ല, ബാക്ടീരിയയോ ഫംഗസോ മൈക്രോ ഓർഗാനിസംസോ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെയെന്ന് പറയുന്നത്? ലിംഫോസൈറ്റുകളെന്നും പറയുന്നത്. ലിംഫോസൈറ്റ് 2 തരമുണ്ട്, ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഓക്കെ, ക്ലാസ്സിന് സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഞാൻ സ്ക്രീനിൽ നിന്ന് മാറി തരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവാനും മിനിമം ടൈമിനുള്ളിൽ മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരാനുമാണ് നമ്മൾ ക്ലാസ്സിൽ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ കോഴ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പതുക്കെ ആയിരിക്കും അവിടെ പറഞ്ഞു പോകുന്നത്. കാരണം നമുക്കവിടെ ഒരുപാട് സമയം കിട്ടും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ കുറച്ചുകൂടെ പതുക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ നമുക്ക് അത്രയും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ നിങ്ങൾക്ക് മാക്സിമം കണ്ടൻസ് പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. എന്നാലും നിങ്ങൾ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ മറ്റൊരു പേരുണ്ട്, അതാണ് ത്രോംബോസൈറ്റ്. അല്ലേ? WBCയുടെ മറ്റൊരു പേരെന്തായിരുന്നു? താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേ. WBCയുടെ മറ്റൊരു പേര് എന്തായിരുന്നു? അതുപോലെ തന്നെ RBCയുടെ മറ്റൊരു പേരെന്തായിരുന്നു? അത് രണ്ടും നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലേറ്റ്ലെറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? ത്രോംബോസൈറ്റ് എന്നാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? ത്രോംബോസൈറ്റ്.
ത്രോംബോസൈറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി അവർ സെൽ ഫ്രാഗ്മെൻറ്റുകളാണ്. കംപ്ലീറ്റ് സെല്ലെന്ന് പറയില്ല, സെല്ല് ഫ്രാഗ്മെൻറ്റുകളാണ്, സെല്ലിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അവരെവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഗാ കാരിയോസൈറ്റുകളിൽ. പ്ലേറ്റ്ലെറ്റുകൾ, അതിൻ്റെ മറ്റൊരു പേര് ത്രോംബോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്. അവർ സെല്ല് ഫ്രാഗ്മെൻ്റ് ആണ്, സെല്ലിൻ്റെ കഷ്ണങ്ങൾ, സെല്ല് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. അവരെവിടെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ മാരോയിൽ, അതായത് മജ്ജയിലുള്ള ഒരു പ്രത്യേക സെല്ലുകളുണ്ട്, അതിൻ്റെ പേരാണ് മെഗാ കാരിയോസൈറ്റ്സ്. മെഗാ കാരിയോസൈറ്റ്സിലാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകൾ ഉണ്ടാവുന്നത്. ഇവർ എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടി. പ്ലേറ്റ്ലെറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്താണ്? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. സോ ദേ ക്യാൻ റിലീസ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ്. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദ കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അവർ എന്തിനു വേണ്ടി സഹായിക്കുന്നു? ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിന് വേണ്ടി, രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ക്ലോട്ടിങ് ഡിസോർഡറുകൾ ഉണ്ടാവും, എക്സസീവ് ബ്ലഡ് ലോസും ഉണ്ടാവും. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് കുറയും, അതായത് ഒരുപാട് ബ്ലഡ് ലോസ്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടാൻ അത് കാരണമാകും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിനി നിഷ അക്കാഡമിയുടെ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, അതുപോലെ തന്നെ കാലിക്കട്ടൊക്കെ ബ്രാഞ്ച് ഉണ്ട്. അവിടുത്തെ എല്ലാ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതല്ല, നിങ്ങൾ വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ഹൗസ് വൈഫാണ്, നമുക്കൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ വരാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സും ഉണ്ട്. അപ്പോൾ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിക്ക് സ്പെഷ്യലായിട്ട് പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 8075753676 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 7012615062 എന്ന നമ്പറിലേക്കോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. 3000 രൂപയിൽ താഴെയാണ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും, മാത്സ്, സയൻസ്, GK, കറണ്ട് അഫയേഴ്സ് എല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വളരെ ചെറിയ എമൗണ്ടിൽ ഫുൾ കോഴ്സ് നമ്മൾ എടുത്ത് തീർക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലോ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലോ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല ക്ലാസ്സുകൾ, മെൻറ്റർ സപ്പോർട്ട്, ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടും പഠിക്കാം. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ബ്ലഡിൻ്റെ കോമ്പോസിഷനാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ കേട്ട് പഠിക്കുക. ഒരു പ്രാവശ്യം കണ്ട് നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ ബിസി ആയിട്ടുള്ളപ്പോഴോ ഒക്കെ നിങ്ങളൊരു 2 പ്രാവശ്യം കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ റിവിഷൻ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ നല്ലോണം പഠിക്കുക. കൂടുതൽ ക്ലാസ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ലേണിംഗ്. ബൈ.